എല്ലായിടത്തും ഈ മഴ കൂടെ തന്നെയാണല്ലോ അവസ്ഥ. ഇവിടെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. മഴ തോർന്നിട്ട് നേരമില്ല. അപ്പോൾ അതേ നേരം വെളുക്കരെ തന്നെ ഞാനൊന്ന് പള്ളിയിൽ പോകണേ. കുർബാന കൂടാനല്ല കേട്ടോ, ആമിക്കുട്ടീനെ സൺഡേ ക്ലാസ്സിൽ ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫോം മേടിക്കാൻ വേണ്ടി പോകണേ. എനിക്കാണെങ്കിൽ ഈ മഴയത്ത് ഡാൻസ് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ രണ്ട് തുള്ളും തുള്ളിച്ച് നേരെ പള്ളിയിൽ പോയി. പക്ഷെ ആ തുള്ളിയതുപോലെ തന്നെ തിരിച്ച് വരേണ്ടി വന്നു കേട്ടോ. ഫോം മേടിക്കാനുള്ള ഓഫീസ് പൂട്ടിയിട്ടേച്ച്. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പള്ളിമുറ്റത്ത് നിറയെ വെള്ളം. അങ്ങനെ അവിടെ കിടന്നൊരു കറക്കവും കറങ്ങിയിട്ടതേ നേരെ നമ്മൾ ചായക്കടി വാങ്ങാൻ വേണ്ടി വന്നതാണേ. ആ ഒരു ചായക്കടയിലാണെങ്കിലേ കടികൾക്കെല്ലാം 5 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ് കിട്ടിയത്, സവാള ബജി. എന്നാലും മനസ്സോടെ വാങ്ങി. എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ, മഴയാകുമ്പോഴത്തേക്ക് ഭയങ്കര വിശപ്പായിരിക്കുമല്ലോ. അതും വാങ്ങി വരുന്ന വഴി ഇത്തിരി കപ്പയും മീനും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ അത് അടുക്കളയിൽ കൊണ്ടേ വെച്ചും റെയിൻകോട്ട് കൊണ്ട് നൂരി ഇത് അവിടെ കുടഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ആകെ അവിടെ നനഞ്ഞ് ചെളിഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് കൊണ്ട് ഞാൻ വീണ്ടും വെള്ളം കോരി ഒഴിക്കുന്ന കാര്യം, അവിടെ കുറച്ച് മണ്ണും പൊടിയൊക്കെ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൊത്തവും അവിടെ അടിച്ച് കഴുകി അതെല്ലാം തൂത്ത് കളഞ്ഞ് ഞാൻ തന്നെ അല്ലെങ്കിൽ ഒരു 16 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തീട്ടി വീഴും. എനിക്കാണെങ്കിൽ ആ തുമ്മലും ജലദോഷം പിടിച്ചിട്ട് ഒരു പ്രകാരത്തിനും പറ്റണുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ അടിച്ചു കഴുകി വന്നപ്പോഴത്തേക്കും എൻ്റെ വയറ്റിൽ കാറ്റ് കയറാൻ തുടങ്ങി. അങ്ങനെ ഓടിപ്പോയി ഇതേ കട്ടൻ ചായയും സവാള ബജിയൊക്കെ കൂട്ടി കഴിച്ചു കേട്ടാ. ഏതോ ഒരു സിനിമക്കകത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, മഴ കട്ടൻ ചായ പരിപ്പ് വട ആ അന്തസ്. പക്ഷെ മാറിപ്പോയി, സവാള ബജിയാണെന്ന് മാത്രം.